വെൽക്കം ടു മൈ ക്ലാസ് റൂം. ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 7 ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ്. അതിലെ ചാപ്റ്റർ 2 ഫ്രം ട്രേഡ് ടു പവർ, കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്. ഈവൻ ദ ബ്ലാക്ക് ഗോൾഡ് has a story to tell. Friends, I am Pepper. Can I invite you to the Europe a few centuries ago? കൂട്ടുകാരെ, ഞാൻ കുരുമുളക്. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള യൂറോപ്പിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. The rural folks in Europe would kill some of their cattle for meat and preserve it for the prolonged winter season. മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ശൈത്യകാലം ആരംഭിക്കുന്നതിനു മുമ്പ് അവിടത്തെ കർഷകർ അവരുടെ ആടുമാടുകളിൽ കുറച്ചെണ്ണത്തെ കൊന്ന് ഇറച്ചിയാക്കി സൂക്ഷിക്കുമായിരുന്നു. The heavy snowfall in the winter was not favorable for the grass to grow in the cattle fields. ശൈത്യകാലത്തെ മഞ്ഞുവീഴ്ച കാരണം മേച്ചിൽപ്പുറങ്ങളിൽ പുൽനാമ്പുകൾ തളിർത്തിരുന്നില്ല. Both the people and cattle faced a shortage of food during the season. ഇത് തീറ്റക്കമ്മിക്കിടയാക്കി മനുഷ്യർക്കും ഭക്ഷ്യക്ഷാമം നേരിട്ടിരുന്നു. The solution for this was to preserve the cattle meat as food for winter. കാലികളെ കൊന്ന് ഇറച്ചിയാക്കി സൂക്ഷിച്ചാണ് ഇതിന് പരിഹാരം കണ്ടത്. Remember that there was neither electricity nor refrigerator of any kind during that time. ഇന്നത്തെ പോലെ വൈദ്യുതിയോ ശീതീകരണ സംവിധാനമോ ഇല്ലാത്ത കാലമാണെന്ന് ഓർക്കുക. So they found me effective in preserving the meat and making it tastier. ഇറച്ചി ദീർഘകാലത്തേക്ക് കേടുകൂടാതെ സൂക്ഷിക്കാനും രുചി നൽകാനും അവർ എണ്ണയാണ് ഉപയോഗിച്ചിരുന്നത്. ആരാണ് ഇവിടെ എണ്ണ എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്? പെപ്പർ, കുരുമുളക്. In short, I was inevitable for them. ചുരുക്കത്തിൽ ഞാൻ അവർക്ക് അത്യാവശ്യ ഘടകമായിരുന്നു. My friends, cardamom, cinnamon and ginger, all spices like I am, were also loved by them. ഞാൻ മാത്രമല്ല, നമ്മുടെ നാട്ടിലെ കാർഡമം, ഏലം, സിനമൻ, കറുവപ്പട്ട, ജിഞ്ചർ, ഇഞ്ചി എന്നിവയും അവർക്ക് പ്രിയപ്പെട്ടതായിരുന്നു. The traders came in search of us from the time immemorial. ഞങ്ങളെ തേടി പണ്ട് മുതലേ കച്ചവടക്കാർ എത്തിയിരുന്നു. Didn't you listen to the story of Pepper? കുരുമുളക് പറഞ്ഞ കഥ കേട്ടില്ലേ കൂട്ടുകാർ? What did you understand from the story? ഇതിൽ നിന്ന് കൂട്ടുകാർക്ക് എന്ത് മനസ്സിലായി? The spices of our land were essential to the foreigners. നമ്മുടെ നാട്ടിലെ സുഗന്ധവ്യഞ്ജനങ്ങൾ വിദേശികൾക്ക് അത്യാവശ്യമായിരുന്നു. The traders all over the world used to visit here to collect the spices. ഇത്തരം വിഭവങ്ങൾ ശേഖരിക്കാൻ പുരാതന കാലം മുതൽക്കേ കച്ചവടക്കാർ ഇവിടെ എത്തിയിരുന്നു. You have understood the previous chapter about the conquest of Constantinople by the Turks in 1453. This came in the way of the trade between Asia and Europe. The situation necessitated the European traders to find out a sea route to India. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത് ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള കച്ചവടത്തെ തടസ്സപ്പെടുത്തി. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിലേക്ക്
കടൽ മാർഗം ഒരു വാണിജ്യപാത കണ്ടെത്താൻ ശ്രമം ആരംഭിച്ചത്. ഇക്കാര്യം നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കിയല്ലോ. With the discovery of sea route to India, the Portuguese, the Dutch, the English and the French reached India for the purpose of trade. സമുദ്രത്തിലൂടെ ഒരു വാണിജ്യപാത കണ്ടെത്തിയതോടെ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും കച്ചവടത്തിനായി ഇന്ത്യയിലെത്തി. From Portugal to Calicut. It was a sunny morning in the month of May 1498. 1498 മെയ് മാസത്തിലെ ഒരു പ്രഭാതം. 3 huge ships anchored at കാപ്പാട് near Calicut. കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് തീരത്ത് 3 വലിയ പായ്ക്കപ്പലുകൾ നങ്കൂരമിട്ടു. The language and dress code of the mariners in the ships were quite different from the native people. വ്യത്യസ്തമായ വേഷവും ഭാഷയുമുള്ള കുറച്ചു പേരായിരുന്നു കപ്പലിൽ. They were a group of sailors from Portugal under the leadership of Vasco da Gama. പോർച്ചുഗലിൽ നിന്ന് കച്ചവടത്തിനായി എത്തിയ വാസ്കോ ഡ ഗാമയും സംഘവുമായിരുന്നു അത്. The Samurin, the then ruler of Calicut, Kozhikode, did not provide trading facilities to Vasco da Gama. അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരി രാജാവ് വാസ്കോ ഡ ഗാമയ്ക്ക് കച്ചവട സൗകര്യങ്ങൾ നൽകിയില്ല. So he left for Kannur, gathered necessary goods and then returned to Portugal. അതിനാൽ അദ്ദേഹം കണ്ണൂരിലെത്തി. അവിടെ നിന്ന് ആവശ്യമായ വിഭവങ്ങൾ ശേഖരിച്ച് പോർച്ചുഗലിലേക്ക് തിരിച്ചുപോയി. വാസ്കോ ഡ ഗാമ got a profit which was 60 times greater than the cost of their voyage by selling the goods they took back with them. വാസ്കോ ഡ ഗാമയുടെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടിയോളം ലാഭമാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയ വിഭവങ്ങൾ വിറ്റഴിക്കുക വഴി ലഭിച്ചത്. അൽമേഡ ആൻഡ് അൽബുർഗ്, 2 sailors from Portugal, reached here for trade following Vasco da Gama. വാസ്കോ ഡ ഗാമയെ തുടർന്ന് അൽമേഡ, അൽബുക്കർക്ക് തുടങ്ങിയ പോർച്ചുഗീസുകാർ വാണിജ്യത്തിനായി ഇവിടെയെത്തി. ഗോവ, Andaman and Diu were the major trade centers of the Portuguese. ഗോവ, ദാമൻ, ദിയു എന്നിവയായിരുന്നു ഇവരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. They constructed St. Anglo Fort at Kannur and Kottappuram Fort in Thrissur district. തൃശൂർ ജില്ലയിലെ കോട്ടപ്പുറം കോട്ടയും കണ്ണൂരിലെ സെന്റ് ആംഗ്ലോ കോട്ടയും നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. The Portuguese were also known as Parangis. ഇവരെ പറങ്കികൾ എന്നാണ് വിളിച്ചിരുന്നത്. Agricultural crops like pineapple, guava, papaya, red chilli, cashew, tobacco, etc. that are found in Kerala now were introduced by the Portuguese. നമ്മുടെ നാട്ടിൽ കാണുന്ന പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, വറ്റൽമുളക്, കശുവണ്ടി, പുകയില തുടങ്ങിയ കാർഷിക വിളകൾ ഇവിടെ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. The widespread use of printing machine and the development of the art form ചവിട്ടുനാടകം were some of the impacts of Indo-Portuguese relationship. അച്ചടിയന്ത്രം പ്രചരിച്ചതും ചവിട്ടുനാടകം എന്ന കലാരൂപം വികസിച്ചതും പോർച്ചുഗീസ് ബന്ധത്തിന്റെ ഫലമായാണ്. The Portuguese could not establish many trade centers in India.
ഇന്ത്യയിൽ കൂടുതൽ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ പോർച്ചുഗീസുകാർക്ക് കഴിഞ്ഞില്ല. Let us examine the reasons for it. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. They did not have enough economic and military resources to compete with other European powers. മറ്റ് യൂറോപ്യൻ ശക്തികളുമായി മത്സരിക്കാനുള്ള സാമ്പത്തികവും സൈനികവുമായ ശേഷി അവർക്കുണ്ടായിരുന്നില്ല. They faced resistance from native forces. പ്രാദേശികമായ ചെറുത്തുനിൽപ്പുകൾ നേരിടേണ്ടി വന്നു. കുൻഹാലി മരക്കാർസ്, the admirals of Samorin's naval force, led the resistance against the Portuguese in the Malabar region. മലബാർ തീരം കേന്ദ്രീകരിച്ച് പോർച്ചുഗീസുകാർക്കെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകൾക്ക് നേതൃത്വം കൊടുത്തത് കുഞ്ഞാലി മരക്കാരായിരുന്നു. സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു കുഞ്ഞാലി മരക്കാർമാർ. Find out the influence of the Portuguese on different walks of Indian social life and prepare a brief note on it. പോർച്ചുഗീസുകാരുമായുള്ള ഇന്ത്യയുടെ കച്ചവട ബന്ധങ്ങൾ ഏതെല്ലാം മേഖലയിലാണ് സ്വാധീനം ചെലുത്തിയിട്ടുള്ളതെന്ന് കണ്ടെത്തി ലഘുകുറിപ്പ് തയ്യാറാക്കുക. The Dutch. The Dutch were another European force who reached India following the Portuguese. കച്ചവടത്തിനായി യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലെത്തിയ മറ്റൊരു വിഭാഗമായിരുന്നു ഡച്ചുകാർ. കൊച്ചി ആൻഡ് കൊല്ലം were the chief trade centers of the Dutch. കൊച്ചി, കൊല്ലം എന്നിവയായിരുന്നു അവരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. It was Van Reed, a Dutch governor, who initiated the compilation of Hortus Malabaricus, a book on the medicinal plants of Kerala. നമ്മുടെ നാട്ടിലെ ഔഷധ സസ്യങ്ങളെപ്പറ്റി പരാമർശിക്കുന്ന ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കാൻ മുൻകൈയെടുത്തത് ഡച്ചുകാരനായ വാൻഡ്രീഡാണ്. He completed the book with the help of ഇട്ടി അച്യുതൻ വൈദ്യർ. മലയാളിയായ ഇട്ടി അച്യുതൻ വൈദ്യരുടെ സഹായത്തോടെയാണ് ഈ കൃതി തയ്യാറാക്കിയത്. The Dutch fought with മാർത്താണ്ഡവർമ്മ, the king of Travancore, following the disputes over trade. കച്ചവടം സംബന്ധിച്ച തർക്കങ്ങളുടെ ഫലമായി തിരുവിതാംകൂറിലെ രാജാവായ മാർത്താണ്ഡവർമ്മയുമായി ഡച്ചുകാർ യുദ്ധം ചെയ്തു. The Dutch were defeated in the Battle of Colachel in 1741. 1741 കുളച്ചലിൽ വെച്ചു നടന്ന യുദ്ധത്തിൽ ഡച്ചുകാർ പരാജയപ്പെട്ടു. They lost their ground in India with this war. ഇതോടെ ഇന്ത്യയിൽ ഡച്ചുകാരുടെ അടിത്തറ നഷ്ടമായി. The Dutch were also called Lanthans. ഡച്ചുകാരെ ലന്തക്കാർ എന്ന് വിളിച്ചിരുന്നു. You got an idea about Hortus Malabaricus, didn't you? Hortus Malabaricusനെ പറ്റി കൂട്ടുകാർ മനസ്സിലാക്കിയല്ലോ. Collect the folk wisdom on the medicinal plants in your locality and prepare a magazine on it. നിങ്ങളുടെ പ്രദേശത്തുള്ള ഔഷധ സസ്യങ്ങളെ പറ്റി നാട്ടറിവുകൾ ശേഖരിച്ച് പതിപ്പ് തയ്യാറാക്കുക. The advent of the English. The English East India Company was formed in England in 1600 for trade with the countries like India and China. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി കച്ചവടം നടത്താൻ വേണ്ടി 1600 ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചു. സൂറത്ത് in Gujarat was the first trade center of the company in India. കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം ഗുജറാത്തിലെ സൂറത്തായിരുന്നു. They also established the trading centers at Bombay, Mumbai, Calcutta, Kolkata and Madras, Chennai. Madras, Chennai, Calcutta,
കൊൽക്കത്ത, ബോംബെ, മുംബൈ എന്നിവിടങ്ങളിലും അവർ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. ഫ്രഞ്ച് ട്രേഡ് റിലേഷൻസ്. The French East India Company was established in 1664 and the French reached India for the purpose of trade. 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. ഇതോടെ കച്ചവട ലക്ഷ്യവുമായി ഫ്രഞ്ചുകാർ ഇന്ത്യയിലെത്തി. പോണ്ടിച്ചേരി, പുതുച്ചേരി, മാഹി ആൻഡ് കാരക്കൽ were the chief trade centers of the French. പോണ്ടിച്ചേരി, പുതുച്ചേരി, മാഹി, കാരക്കൽ തുടങ്ങിയവയായിരുന്നു അവരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ. പോണ്ടിച്ചേരി വാസ് their headquarters. അവരുടെ പ്രവർത്തനങ്ങളുടെ ആസ്ഥാനം പോണ്ടിച്ചേരി ആയിരുന്നു. Prepare a list of different European trade centers based on the map given above. Can you identify any common feature of these trade centers? In which states do these centers presently situate? മുകളിൽ കൊടുത്തിരിക്കുന്ന ഇന്ത്യയുടെ രൂപരേഖ നിരീക്ഷിച്ച് വിവിധ യൂറോപ്യൻ രാജ്യങ്ങളുടെ വാണിജ്യ കേന്ദ്രങ്ങളായിരുന്ന സ്ഥലങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. ഈ വാണിജ്യ കേന്ദ്രങ്ങൾക്ക് എന്തെങ്കിലും പൊതുവായ സവിശേഷത കൂട്ടുകാർക്ക് കാണുന്നുണ്ടോ? ഈ കേന്ദ്രങ്ങൾ ഇപ്പോൾ ഇന്ത്യയിലെ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണെന്ന് കണ്ടെത്തൂ. ഗോവ എന്ന് പറയുന്ന ട്രേഡ് സെന്റർ ഏത് സ്റ്റേറ്റിൽ തന്നെയാണ്? ഗോവ തന്നെയാണ്. ഡാമൻ ഡിയു യൂണിയൻ ടെറിട്ടറീസ് ആണ്. കൊച്ചി, കൊല്ലം എന്ന് പറയുന്ന ട്രേഡ് സെന്റർ കേരള എന്ന സ്റ്റേറ്റിലാണ് അല്ലേ? സൂറത്ത് ഗുജറാത്തിലാണ്. ബോംബെ മഹാരാഷ്ട്ര. കൽക്കട്ട വെസ്റ്റ് ബംഗാൾ. മദ്രാസ് തമിഴ്നാടാണ്. പോണ്ടിച്ചേരി, മാഹെ, കാരക്കൽ എന്നിവയെല്ലാം യൂണിയൻ ടെറിട്ടറി ഓഫ് പോണ്ടിച്ചേരിയാണ്. ഈ ചാപ്റ്ററുടെ ബാക്കി ഭാഗവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.